നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് കേന്ദ്രീകരിച്ച് ഗണപതി വട്ടമാണ് ചർച്ച. അത് വയനാട്ടിൽ തുടങ്ങി കേരളത്തിലുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗണപതി വട്ടം. അധിനിവേശത്തിന്റെ പടയോട്ടത്തിൽ പിഴുതെറിഞ്ഞ നാടിന്റെ സത്വത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? കേരള സർക്കാരിന്റെ പോലും ഔദ്യോഗിക രേഖകളിൽ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടമെന്ന് രേഖപ്പെടുത്തുമ്പോൾ ആ പേര് ഉറക്കെ പറയുമ്പോൾ വർഗീയതയാകുന്നത് എങ്ങനെ? അധിനിവേശ അടയാളങ്ങളും കൊളോണിയൻ ചിഹ്നങ്ങളുമൊക്കെ ഇനിയെങ്കിലും മായ്ക്കപ്പെടേണ്ട ഈ വിഷയമാണ് ഇന്ന് ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ബി.ജെ.പി. പ്രതിനിധിയായി PR ശിവശങ്കർ, ഒപ്പം അഡ്വക്കേറ്റ് BN അസ്കർ, ഇടത് നിരീക്ഷകൻ പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് പ്രതിനിധിയായി എത്തുന്നു. ആദ്യം ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ PR ശിവശങ്കറിൽ നിന്നാണ്. ശ്രീ PR ശിവശങ്കരൻ, കെ സുരേന്ദ്രൻ പറഞ്ഞുവെച്ച ആ ഗണപതി വട്ടം അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാവണം വയനാട്ടിൽ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ BJP മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞ് വയനാട്ടിൽ അല്പമെങ്കിലും വികസന പ്രശ്നമുണ്ടെന്ന് ഒരു തവണയെങ്കിലും സമ്മതിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. ശ്രീ ശിവശങ്കർ. സത്യത്തിൽ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുമാണ് വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ചർച്ച മാറ്റുവാൻ, അല്ലെങ്കിൽ ഈ ഇന്നത്തെ വയനാടിന്റെ ചർച്ച മാറ്റുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചർച്ചയിലേക്ക് മുന്നോട്ട് വരാതിരിക്കുവാനും വേണ്ടിയിട്ട് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതേ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ച നടത്തുന്നതും അത് വലിയ ഒരു വർഗീയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു ദേശീയ തലത്തിൽ തന്നെ പ്രശ്നമാകാൻ പോകുന്നു. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നമാണ്, അതിവിടെ മുസ്ലിം മൈനോറിറ്റിക്കെതിരെയുള്ള പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ നൽകിയ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ രേഖകളിൽ തന്നെ ഈ പ്രദേശത്തെ എങ്ങനെയാണ് കഴിഞ്ഞ ചരിത്രത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗണപതി വട്ടമെന്നാണ് പറഞ്ഞിരുന്നത് എന്ന തരത്തിലുള്ള ദീർഘമായ ആഖ്യാനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. രണ്ട്, ഇത് സുരേന്ദ്രൻ മാത്രമല്ല ആദ്യമായിട്ട് പറയുന്നത്. അവിടെ ധാരാളം പേർ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ജനങ്ങളുടെ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് സത്യത്തിൽ അവിടെ ഉണ്ടായത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇത് BJP ആദ്യമായിട്ട് ഉന്നയിക്കുന്ന കാര്യമല്ല. ഇവിടെ വയനാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല പ്രവർത്തകർക്കും അറിയാം. KG മാരാരെല്ലാം വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ 1980-കളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ പേര്, അതിന്റെ ചരിത്രം എന്താണ് എന്ന് പറയുമ്പോൾ ഇതിന് ഗണപതി വട്ടം എന്നുമായിരുന്നുവെന്നും ഇത് ആക്രമിക്കപ്പെട്ട കേരളത്തെയും അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു മനസാക്ഷിയെയും ആക്രമിച്ച ഒരു ഏറ്റവും വലിയ ഏറ്റവും മോശമായ ചരിത്രത്തിലെ ഭരണാധികാരി എന്ന് വിശ്വസിക്കാവുന്ന, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയ, നിരായുധരായ കേരളത്തിലെ ധാരാളം മനുഷ്യരെ കൊന്നു തീർത്ത ഒരു ചക്രവർത്തിയുടെ, അല്ലെങ്കിൽ ഏറ്റവും നീചനായ ഒരു ചക്രവർത്തിയുടെ പേരിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിന്റെ പടയോട്ടത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പേരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇത് തന്നെ ശ്രീ പ്രമോദ് മഹാജൻ വരെ ഞാൻ മനസ്സിലാക്കുന്നത് 1989-ലോ 91-ലോ KVS ഹരിദാസിനെ പോലുള്ള ജന്മഭൂമിയുടെ പത്രാധിപന്മാർ കൃത്യമായിട്ട് ആ ഡേറ്റുകൾ ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വരെ ഈ കാര്യങ്ങൾ വ്യക്തമായി വയനാട്ടിൽ വന്നപ്പോൾ പറയുകയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഈ വയനാടിന്റെ ചരിത്രബോധത്തെയും അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതവൃത്തിയും അതുപോലെ അവർ കാലാകാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന സാംസ്കാരിക തനിമയുടെയും എല്ലാം വലിയ വർണ്ണാശബളമായ ചിത്രം പുറത്തേക്ക് വെക്കുമെന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ശ്രീ സുരേന്ദ്രൻ ഇവിടെ ആവർത്തിച്ചത്. ഇതിനെ ഭയക്കുന്ന ചിലരുണ്ട്. അതായത് കേരളത്തിന്റെ അസ്മിതയെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരള തനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെയും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെയും കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചരിത്രപരമായ പേരുകളെ, ചരിത്രപരമായ ചില മുന്നേറ്റങ്ങളെ, അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ഏത് നേട്ടങ്ങളും, ചരിത്രത്തിലുള്ള എല്ലാ നേട്ടങ്ങളും എന്തോ ഏറ്റവും മോശമായതാണെന്നും അതെല്ലാം ഇത് ആധുനിക യുഗത്തിനും പുതിയ ശാസ്ത്രത്തിനും പറ്റാത്തതാണെന്നുള്ള രീതിയിൽ ഈ ചരിത്രബോധത്തെ വരെ കുഴിച്ചിടുന്ന തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ സമീപനമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും കൊണ്ടുവരുന്നത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് മനസ്സിലാകാത്തത്, അവർ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒക്കെ ദേ ഹാവ് ബീൻ ചേഞ്ച് സെവറൽ നെയിംസ്. ഇപ്പൊ ലാസ്റ്റ് തന്നെ അവർ ഒസാമാബാദിനെ എല്ലാം മാറ്റിയിരുന്നു, അവർ അത്തരത്തിലുള്ള പേരുകൾ മാറ്റിയിരുന്നു.
കേരളത്തിലും ഇത്തരത്തിലുള്ള പേരുകൾ മാറ്റം ധാരാളം നടന്നിട്ടുണ്ട്. ഇപ്പോ ഞാനിരിക്കുന്ന കൊച്ചിയുടെ കാര്യമായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരം ആയാലും എല്ലാം ഇത്തരത്തിലുള്ള പേരുകൾ മാറ്റം ധാരാളം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോ ചരിത്രത്തിലെ ഒരു ഒരു മുന്നോട്ട് പോക്ക് ഇവർ വിചാരിക്കുന്ന സ്ഥലത്ത് നിർത്തണമെന്നും അതല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് പോയാൽ അവ അപലപിക്കേണ്ടതാണെന്നും അതല്ലെങ്കിൽ ചരിത്രത്തിലെ പേരുമാറ്റവും ചരിത്രത്തിലെ ഇത്തരമായ തീരുമാനങ്ങളെല്ലാം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് മറ്റൊരു വിഭാഗത്തിനെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ വേദനിക്കുമെന്ന് ഇവർ വിശ്വസിക്കുകയോ ചെയ്താൽ, അതല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിന് ഗുണകരമായി തോന്നിക്കഴിഞ്ഞാൽ ഇത്തരം ചരിത്രപരമായ നേട്ടങ്ങളെല്ലാം അപലപനീയമാണ്, അവയെല്ലാം നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള വാശിയും അംഗീകരിക്കാൻ പറ്റില്ല. ചരിത്രത്തിൽ എന്താണോ പേര് അത് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ, ജനങ്ങൾക്ക് മനസ്സിലായാൽ തീർച്ചയായും ജനങ്ങൾ ആവശ്യപ്പെടും. അത്തരം ചരിത്രബോധമുള്ള ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏതൊരു രാഷ്ട്രീയക്കാരനും ആത്യന്തികമായി ചെയ്യേണ്ടത്. അത് തന്നെയാണ് ശ്രീ സുരേന്ദ്രൻ ചെയ്തത്. കേരളത്തിന്റെ ചരിത്രം പുനരാഖ്യാനം ചെയ്യേണ്ടി വരും. കേരളത്തിന്റെ ചരിത്രം എന്താണെന്നും നമ്മളുടെ പൂർവികർ എന്താണ് ചെയ്തതെന്നും അവർക്ക് എത്രത്തോളം ശാസ്ത്രബുദ്ധിയും എത്രത്തോളം കഴിവും ഉണ്ടായിരുന്നുവെന്നും അവർ സ്വാതന്ത്ര്യ സമരം, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പല സ്വാതന്ത്ര്യ സമര സേനാനികളെ, കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരനെതിരെ തോക്കുകൊണ്ട് പോരാടിയ മലയാളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയെ, ഏറ്റവും വലിയ തീവ്രവാദിയെ, സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആദ്യത്തെ തീവ്രവാദിയെ, അവരെ വരെ നമ്മൾ മറന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇത്തരം ചരിത്രത്തെ മുഴുവൻ പുതിയ ജനങ്ങൾ അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ അവർ കണ്ടെത്തുകയും അവർ അത്തരത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പേരുമാറ്റങ്ങൾ അതിനൊരു ദിശാസൂചികയാണ്. ഒരു സംശയവുമില്ല, കേരളത്തിന്റെ ചരിത്രം പുനരാഖ്യാനം ചെയ്യുകയാണ്, വീണ്ടും പുനരെഴുതപ്പെടുകയും കൂടിയാണ്. യെസ്, ശ്രീ റോണി കെ ബേബി, ഈ ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേര് അത് വീണ്ടും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൽ മറ്റു പല തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്ന കോൺഗ്രസ് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തില് BJPയുടെ പ്രകടന പത്രിക BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുക. അത് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്നതാണ് അവരുടെ പ്രകടന പത്രിക. അല്ലാതെ മോദി പറയുന്ന ഗ്യാരണ്ടി ഒന്നും ഇവിടെ വേണ്ട എന്നാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ഇതിലൂടെ അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മോദി പറയുന്ന ഗ്യാരണ്ടിക്കൊന്നും കേരളത്തില് വലിയ പിന്തുണയൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഗ്യാരണ്ടി ഒക്കെ വെറും തട്ടിപ്പും വെട്ടിപ്പും അല്ലെ പൊള്ളത്തരവുമാണ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറയുകയാണോ എന്നുകൂടി ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണോ ഇതിപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിഷയവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലേ? ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയുണ്ടായി, ഇവിടെ പേരുമാറ്റങ്ങളിലൂടെ നമ്മൾ അല്ലെങ്കിൽ വീണ്ടും ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്, അല്ലെ പഴയ കേരളത്തെ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങയോട് വളരെ ബഹുമാന പുരസ്കാരം ഞാൻ ചോദിച്ചോട്ടെ, സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്ന് ഭ്രാന്താലയം എന്ന് പറഞ്ഞ ആ കേരളത്തെയാണോ നിങ്ങൾ ഈ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞ് നടന്നുകൊണ്ട്, ചരിത്രത്തിലേക്ക് പുറകോട്ട് നടന്നുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മനുസ്മൃതി സംവിധാനം നടപ്പാക്കണം, അല്ലെങ്കിൽ ഈ പഴയ ചാതുർവർണ്ണ വ്യവസ്ഥ നടപ്പാക്കണം. അതൊക്കെയാണ് ഈ പറയുന്ന പഴയ കേരളത്തിലൂടെ 1 നൂറ്റാണ്ട് നീണ്ട നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നമ്മൾ രൂപീകരിച്ച ഈ കേരളത്തെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത്. ഇങ്ങനെയെങ്കിൽ പേരുമാറ്റം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ വയനാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. വയനാട്ടിലെ ആദിമ നിവാസികളെ ഞങ്ങൾ ബഹുമാന പുരസ്കരം നമ്മളെല്ലാവരും ആദിവാസികൾ എന്ന് പറയുന്നവരെ വനവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വനത്തിന്റെ അകത്ത് അടയ്ക്കാൻ വേണ്ടി മോദി ഭരണകൂടം നടത്തുന്ന ആ നടപടികൾ അത് നമുക്ക് സ്വാഭാവികം ചർച്ച ചെയ്യണ്ടേ? നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. അല്ലാതെ സുൽത്താൻ ബത്തേരി എന്ന പേരിന്റെ ഒരു പേരുമാറ്റം മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിൽ പല പേരും ചർച്ച ചെയ്യണം. കാരണം ഇവിടെ ആദിവാസികളെ ഗോത്ര വിഭാഗക്കാരെ ഇവിടെ വളരെ കൃത്യമായി തന്നെ വനവാസികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഇവിടെ അത് കൃത്യമായി തന്നെ BJPയുടെ ഭരണകൂടം തന്നെയാണ്. അവിടെ ഞങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പേരിലോട് ആർക്കെങ്കിലും അങ്ങനെ വല്ലാതെ ഒരു വൈകാരികമായ ഒരു അഭിനിവേശം ഉണ്ടെന്നോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ വന്ന് ഇട്ട പേരുമല്ല. ടിപ്പു സുൽത്താൻ അവിടെ ഉണ്ടായിരുന്ന പഴയ പേരുകൾ അത് എന്ന് പറയുന്നത് ഈ ഗണപതി വട്ടം മാത്രമല്ല അവിടെ പഴയ പേരുകൾ. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് അവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ജൈനമതത്തിന്റെ ചരിത്രമുണ്ട്, ദ്രാവിഡ ഗോത്രങ്ങളുടെ ചരിത്രമുണ്ട്, എല്ലാവരുടെയും ചരിത്രങ്ങളുണ്ട്. അല്ലാതെ ഈ പറയുന്ന ഗണപതി വട്ടത്തിന് മാത്രമല്ല ചരിത്രം. 1684 വരെ അവിടെ ജൈനമത വിശ്വാസികൾ അവിടെ വിശേഷിപ്പിച്ചിരുന്നത് ഹെന്നറഡു വീതി എന്നാണ്. ഹെന്നറഡു വീതി എന്ന് പറഞ്ഞാൽ 12 വീതികൾ. അതായിരുന്നു ഈ പറയുന്ന ഗണപതി വട്ടത്തിന് മുമ്പ് അവിടെ ഉപയോഗിച്ചിരുന്ന പേരുകൾ.
അപ്പോൾ നമ്മൾ പേരുമാറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ദ്രാവിഡ സംസ്കാരത്തിന്റെയും ജൈന സംസ്കാരത്തിന്റെയും ഒരുപാട് പിന്നെ ശേഷിപ്പുകളുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പിന്നെ ചികഞ്ഞ മാന്തി പരിശോധിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 21ാം നൂറ്റാണ്ടിൽ ഒരു വർത്തമാനകാല സമൂഹത്തിന്, ഒരു ശാസ്ത്ര അഭിരുചിയോട് മുന്നോട്ട് വന്ന സമൂഹത്തിന് നമ്മൾ നൂറ്റാണ്ടുകളിലേക്ക് ഈ പറയുന്ന നൂറ്റാണ്ടുകളുടെ ശവകുടീരങ്ങൾ പിന്നെ നമ്മൾ മാന്തി നോക്കി, തുറന്നു നോക്കി, അതിലേക്ക് പോയി പഴയ ജീർണിച്ച ആ സാമൂഹ്യ വ്യവസ്ഥിതിയെയും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് പറഞ്ഞപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇനി ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തതാണോ അദ്ദേഹത്തിന് അയോഗ്യത എന്നുകൂടി ഞാൻ ഇവിടെ സംശയിച്ചു പോവുകയാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിന്ന ഒരു ചരിത്രമാണല്ലോ ഇവിടെ പിന്നെ സംഘപരിവാറിന്റെ ഒക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പു സുൽത്താന്റെ അയോഗ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ടും വൈദേശിക ശക്തികളുമായിട്ടും ഒരു കോംപ്രമൈസും ചെയ്യാതെ അവസാനം മരിച്ചു വീഴോളം വരെ ഒരു ധീര പിന്നെ രാജ്യസ്നേഹി എന്ന് തന്നെയാണ്, ദേശസ്നേഹി തന്നെ എന്നാണ്. നല്ല വിശേഷമാണ് ശ്രീ റോണിക്ക് ബേബി. എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും അത് അങ്ങോട്ട് യോജിക്കുന്നില്ലോ. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തച്ചു തകർത്ത് ഈ സുൽത്താൻ ബത്തേരി പേരെങ്ങനെയാണ് വന്നത്? അവിടെ ഉണ്ടായിരുന്ന ജൈന ക്ഷേത്രം ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയാക്കി. ആ ചരിത്രം മുന്നിൽ കണ്ടാണ്, ആ ചരിത്രം പഠിച്ചാണ് ബ്രിട്ടീഷുകാർ ആ പേര് പോലും നൽകിയത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. കാരണം നമ്മുടെ ടിപ്പു സുൽത്താൻ പടയോട്ടവുമായിട്ട് കടന്നു വരുന്ന സമയത്ത് അവിടെ ജൈനമതമില്ല. അവിടെ ജൈനമതത്തിന് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു അമ്പലം വിട്ടു. അവിടെയാണ് ഈ പറഞ്ഞ ജൈന ക്ഷേത്രം, അവിടെയാണ് അദ്ദേഹത്തിന്റെ ആയുധപ്പുരയായി അതൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം അവിടെ വന്ന ബ്രിട്ടീഷുകാരാണ് ഇതിനെ സുൽത്താൻസ് ബാറ്ററി അല്ലെങ്കിൽ സുൽത്താന്റെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ ആയുധ ശേഖരം എന്ന അർത്ഥം വരുന്ന സ്ഥലമായിട്ട് ഉപയോഗിച്ചത്. അല്ലാതെ ടിപ്പു സുൽത്താന്റെ ഒരു ഔദ്യോഗിക രേഖകളിലും ടിപ്പു സുൽത്താന്റെ മൈസൂർ ഭരണകൂടത്തിന്റെ ഒരു ഔദ്യോഗിക രേഖകളിലും ഇത് സുൽത്താൻസ് ബാറ്ററി എന്നോ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയോ എന്നോ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം നമുക്ക് ഈ പറയുന്ന ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം തന്നെ അദ്ദേഹത്തിന് എന്താ ശ്രീരംഗപട്ടണം, നമ്മൾ തന്നെ എത്രയോ സെക്കുലർ ആയിട്ടുള്ള എത്രയോ പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം എന്ന്. നമ്മളൊക്കെ പോയി കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാവേരി നദി 4 ചുറ്റും അതിരുകൾ തീർക്കുന്നത്, കാവേരി പോലും പേര് മാറ്റിയോ? കാവേരി നദിയുടെ ഹൃദയ ഭൂമിയില് 4 ചുറ്റും അതിര് തീർക്കുന്ന ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ വേണമെങ്കിൽ അത് സുൽത്താൻസ് പിന്നെ ബാറ്ററി എന്നോ അല്ലെ സുൽത്താന്റെ എന്തെങ്കിലും അധികാര കേന്ദ്രമെന്നോ അദ്ദേഹത്തിന്. അദ്ദേഹം പേര് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ശ്രീ റോണിക്ക്. കോഴിക്കോടിന്റെ പേരൊക്കെ ഇസ്ലാമാബാദ് മാറ്റണം എന്നൊക്കെ അദ്ദേഹം ശ്രമിച്ച ചരിത്രരേഖകളൊക്കെ ഉണ്ട്. അത് നിൽക്കട്ടെ, പേരുമാറ്റത്തിൽ കോൺഗ്രസും ഒട്ടും നിഷ്പക്ഷരായിരുന്നില്ല. അങ്ങ് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി സഖ്യകക്ഷിയായിരുന്നു ഭരിക്കുമ്പോഴൊക്കെ അവിടെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിന് എതിർപ്പൊന്നും കണ്ടിരുന്നില്ല. ഇല്ല, അന്ന് ഈ ഉദ്ധവ് താക്കറെയുടെ സർക്കാർ ആ പ്രപ്പോസ് വന്നപ്പോൾ കോൺഗ്രസ് അതിനെ ശക്തമായിട്ട് എതിർത്തതാണ്. ഔറംഗാബാദിന്റെ പേര് മാറ്റുവാനുള്ള നിർദ്ദേശത്തെ കോൺഗ്രസ് ഒരു തരത്തിലും അതിനെ പിന്നെ അംഗീകരിച്ചിട്ടില്ല. അത് ആ ഉത്തരവ് പോലും നിലയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരിക്കലും പിന്നെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ പേര് ട്രിവാൻഡ്രത്തിന്റെ പേര് തിരുവനന്തപുരം എന്ന് വാങ്ങിക്കുന്നോ അല്ലെ കൊച്ചിന്റെ പേര് കൊച്ചി എന്നാക്കുന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ പേര് ആക്കി മാറ്റിയിരുന്നോ? അതുപോലെ അല്ലല്ലോ. അതുപോലെ ഒരു നിഷ്കളങ്കമായ ഒന്നല്ലല്ലോ ഈ പറഞ്ഞ സുൽത്താൻ. അങ്ങനെ ഒരു വർഗീയ അജണ്ട ഉണ്ട്. അതൊരു ശരി. അങ്ങനെയെങ്കിലും ഒറ്റ കാര്യം കൂടി, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് തൃശ്ശൂർ പേരൂർ റെയിൽവേ സ്റ്റേഷൻ ആക്കി മാറ്റിയത് ആരാണ്? അല്ല, അത് ഞങ്ങൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ആംഗ്ലേയ നാമത്തിൽ അതിൽ വർഗീയ അജണ്ടയൊന്നുമില്ല. സുരേന്ദ്രൻ പറയുമ്പോൾ മാത്രം എങ്ങനെയാണ് അതിലൊരു വർഗീയ അജണ്ട വരിക? അല്ലെ, തൃശ്ശൂർ പേരൂർ എന്ന് പറയുന്നത് അതൊരു വർഗീയ അജണ്ട ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല ഇംഗ്ലീഷ് നാമധേയങ്ങളും നമ്മൾ മലയാള ഭാഷയിലേക്കൊക്കെ നമ്മൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. തിരുവനന്തപുരം, ട്രിവാൻഡ്രം എന്ന പേര് തിരുവനന്തപുരം എന്ന പേരിലേക്ക് നമ്മൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു വാക്കല്ലല്ലോ ഈ പറയുന്ന സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പേര്. കൃത്യമായി തന്നെ ഒരു മതപരമായിട്ടുള്ള ഒരു വിവക്ഷയോടുകൂടി ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉപയോഗിക്കുന്നതിന്റെ ആ ദുഷ്ടലാക്ക് ഇതൊന്നും കേരളത്തിൽ വേകാൻ പോകുന്നില്ല. ഇത് കേരളം എന്ന് പറഞ്ഞാൽ മതേതര സമൂഹമാണ്, മതേതരത്തിന്റെ പുലർത്തുന്ന ആളുകളാണ്. ഒരു തരത്തിലുള്ള പ്രോഗ്രസ് കാർഡ് സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അധികാരത്ത MP ആയ വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിട്ടാൽ നമുക്ക് ആദിവാസികൾ ക്ഷേമത്തിലുണ്ട്, നമുക്ക് വയനാട്ടിൽ വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അവിടെ രാത്രികാലം നിരോധനം നിലനിൽക്കുന്നു. അതിന് കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ വയനാട്ടിൽ MP ആയാൽ കേന്ദ്ര സർക്കാരിൽ എന്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഞാൻ അവിടുത്തെ രാത്രികാലം നിരോധനം മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. വയനാട് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വന്യമൃഗ ആക്രമണം നേരിടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ അങ്ങനത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് അതിനെല്ലാം പിന്നെ മൂടി വെച്ചുകൊണ്ട്, കാരണം അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടെ പിന്നെ BJP-യുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുന്നു അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ജൂൺ 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് K. സുരേന്ദ്രൻ അവിടെ പിന്നെ ജയിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. K. സുരേന്ദ്രൻ MP ആയി കഴിഞ്ഞാൽ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്നാണെങ്കിൽ അദ്ദേഹം അവിടുത്തെ ജനപിന്തുണയോടെ അദ്ദേഹം ജയിച്ചു വരട്ടെ. പക്ഷെ അവിടുത്തെ സാധനായ വിഷയങ്ങളിലേക്ക് അവിടുത്തെ ജനങ്ങൾ വലിയ അസ്വസ്ഥരാണേ. അവിടുത്തെ ഈ പറയുന്ന ഈ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കാതെ
BJP എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. യെസ്, 5 വർഷം അവിടുത്തെ MP ആയിരുന്ന ആൾ എന്താണ് ചർച്ച ചെയ്തത്? ആ ചോദ്യവും പ്രതിപക്ഷം ചോദിക്കുന്നില്ല. യെസ്, അഡ്വക്കേറ്റ് VN ഹസ്കർ കൂടി ചോദിച്ചു. ഹസ്കർ, ഈ ചരിത്രപരമായ രേഖകൾ അതിൽ ആധികാരികമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ചരിത്രമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗണപതി വട്ടം എന്ന പേരാണ്. മാത്രമല്ല വിനോദസഞ്ചാര വകുപ്പിൻ്റെ പേജിലും ഇതേ വിവരങ്ങൾ തന്നെ ചരിത്രമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാര്യം പറയുമ്പോൾ അത് വർഗീയതയാകുന്നത് അല്ലെങ്കിൽ അത് ഭിന്നിപ്പ് ലക്ഷ്യമാക്കിയാണെന്നൊക്കെ പറയുന്നതിന് പിന്നിൽ അടിസ്ഥാനം എന്താണ്? ഉമേഷ്, ശ്രീ കെ സുരേന്ദ്രൻ വളരെ ആകസ്മികവും അല്ലെങ്കിൽ യാദൃച്ഛികവും നിഷ്കളങ്കവുമായിട്ടാണ് സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് കരുതാനുള്ള മൗഢ്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട, വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ഗണപതി വട്ടം എന്ന പേര് പറഞ്ഞത്. ചരിത്രത്തിൽ നേരത്തെ റോണിക്ക് സൂചിപ്പിച്ചതുപോലെ ഹൊയ്സാല ലിഖിതങ്ങളിൽ അടക്കം എഴുതപ്പെട്ടിട്ടുള്ളത് ഗണപതി വട്ടത്തിന് മുമ്പ് ഹർനേന്ദു ബേഡി എന്നായിരുന്നു. കിടങ്ങൂർ ബേഡി എന്ന് പിന്നീട് ആ സ്ഥലത്തെ അറിയപ്പെട്ടതായി ഇത് ഞാൻ പറയുന്നതല്ല. ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ പറഞ്ഞിട്ടുള്ള MGSന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്ററിക്കൽ റിസർച്ചിൽ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും പല നാമങ്ങളും അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നം ഉദിക്കുന്നത്, നിങ്ങൾക്ക് അധിനിവേശത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അധിനിവേശത്തിന്റെ അടയാളങ്ങളായിട്ടുള്ള പേരുകളാണ് നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അധിനിവേശ കാലഘട്ടത്തിന് ശേഷം നടന്നിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരിടത്തും ഉണ്ടാവാതിരുന്ന RSSഉം BJPയും ഇപ്പോ ഇങ്ങനെ ഒരു അവകാശവാദവുമായി വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വിറളി പിടിച്ച മോഹം മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൽ സാങ്കേതികമായിട്ട് വേണം ഉമേഷ് ഇതിനെ ആദ്യമായി പരിശോധിക്കാൻ. സാങ്കേതികമായി ഇതിനെ പരിശോധിക്കുമ്പോൾ ഇനി സുരേന്ദ്രൻ വയനാട് ജയിക്കുമെന്ന് അവിടുത്തെ യുക്തിബോധമുള്ള ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. സുരേന്ദ്രന് പോലും അറിയാം വയനാട് സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ സുരേന്ദ്രൻ ജയിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ മത്സരത്തിനൊടുവിൽ അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രന് മത്സരിക്കുന്നതിന് ഉള്ള അവസരം വരുന്നത് മോദിക്കെതിരെ വാരണാസിയിൽ അവിടുത്തെ PCC അധ്യക്ഷൻ മത്സരിക്കുന്നു എന്നുള്ളതിന്റെ രാഷ്ട്രീയ എതിർപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുരേന്ദ്രൻ ഇവിടെ വയനാട് മത്സരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലനാമം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം വെക്കുമ്പോൾ ഒരു MP വിചാരിച്ചാൽ ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റാൻ കഴിയും. അദ്ദേഹം അത് അവകാശപ്പെടുന്നുമില്ല. ശ്രീ അസ്കർ, മാറ്റണം, താൻ മാറ്റുമെന്നല്ല പറഞ്ഞത്, മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ആവശ്യം മുന്നോട്ട് വെച്ചാൽ തന്നെയും ആദ്യമായി അങ്ങനെ ഒരു സാങ്കേതികമായി തന്നെ അതിനെ പരിശോധിക്കണം ഉമേഷ്. ഇത് തീർച്ചയായും അത് ആദ്യം സംസ്ഥാന സർക്കാരാണ് അംഗീകരിക്കേണ്ടത്, പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്കെ അതിന് ക്ലിയറൻസ് നൽകേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായി സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കണം ആ സ്ഥലം മാറണമെങ്കിൽ. അങ്ങനെ അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ 3 വകുപ്പുകൾ അംഗീകരിക്കണം. ഇന്ത്യൻ റെയിൽവേ അംഗീകരിക്കണം, അതുപോലെ തന്നെ തപാൽ വകുപ്പ് അംഗീകരിക്കണം, സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിക്കണം. അങ്ങനെ 3 വകുപ്പുകൾ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു പേര് മാറ്റാൻ കഴിയൂ. കേരള നിയമസഭയിൽ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ കേരളം ഉള്ളിടത്തോളം കാലം BJPക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം, അങ്ങനെ വിശ്വസിക്കുന്ന മൗഢ്യമൊന്നും സുരേന്ദ്രനില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അത്തരത്തിൽ ഉള്ള വ്യക്തിയുമല്ല. അപ്പോ അദ്ദേഹത്തിന് അറിയാം BJPക്ക് സ്വതന്ത്രമായി കേരളത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യം അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് പോലും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ സാങ്കേതികമായി അത് നടക്കില്ല. പിന്നീട് എന്താ, ടിപ്പു സുൽത്താനെതിരെ പറഞ്ഞുകൊണ്ട് അവിടെ വംശവെറിയുടെ ചരിത്രം ആവർത്തിക്കണം എന്ന് അതൊരു ടിപ്പു സുൽത്താനെ പറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചർച്ചയാണ്. ആ ചൂണ്ടയിൽ വീണിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ. അല്ല അസ്കർ, ഇത് സുരേന്ദ്രൻ മാത്രം പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, വിനോദസഞ്ചാര വകുപ്പിന്റെ അവരുടെ പേര് സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം എഴുതിയിരിക്കുന്ന വിനോദസഞ്ചാര വകുപ്പിന്റെ കേരള ടൂറിസം വകുപ്പിന്റെ പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് പണ്ട് ഗണപതി വട്ടമായിരുന്നു, പിന്നീട് ടിപ്പു സുൽത്താൻ അവിടെ ജൈന ടെമ്പിളിൽ തന്റെ ആയുധശാലയാക്കി മാറ്റിയപ്പോഴാണ് ബ്രിട്ടീഷുകാരാണ് ഈ പേര് നൽകിയതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റാരുമല്ല, BJP സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റാരും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പ് കേരള സർക്കാർ തന്നെയാണ്. സാർ, ഞാനത് പറഞ്ഞോട്ടെ, അതൊന്നും തർക്കിക്കുന്നില്ല. സുൽത്താൻ ബത്തേരി ഇന്നൊരു മുനിസിപ്പാലിറ്റിയാണ്.
നിങ്ങൾ കരുതുന്ന ഗണപതി വട്ടം എന്ന് പറയുന്ന പൗരാണിക നാമമുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ ഗണപതി അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീനമായ ഒരു ഗണപതി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റുള്ള സ്ഥലമാണ്. അത് എത്ര കിലോമീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര മൈലുണ്ടാവും? ഇന്ന് കാണുന്ന സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ പേരും ഗണപതി വട്ടമായിരുന്നു? ആയിരിക്കില്ല. ചരിത്രത്തെ കുറിച്ച് പരിശോധിച്ചാൽ അറിയാം, തലനാമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അത് ഒരു കാരണവശാലും ആവില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നാളെ ഞാൻ പറയുന്നു ഹരനേടു ബേഡി എന്ന കന്നഡ ഭാഷയിലുള്ള ആ പേരോ അല്ലെങ്കിൽ കിടങ്ങുറ ബേഡി എന്ന് പറയുന്ന പേരോ സുൽത്താൻ ബത്തേരിക്ക് വരണമെന്ന് ഒരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും. അല്ല, താങ്കൾക്ക് താങ്കളുടെ വാദം മുന്നോട്ട് വെക്കാം. ഫലനാമത്തെ സംബന്ധിച്ച് പറയേണ്ടത് ഇതിവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഉമേഷേ. ഇതിൽ സ്ഥലങ്ങൾ ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റുകളിൽ ഗണപതി വട്ടമെന്നോ PSC ചോദ്യങ്ങളിൽ സുൽത്താൻ ബത്തേരിയുടെ മുൻ പേര് ഗണപതി വട്ടമായിരുന്നു എന്ന് ചോദ്യവും ഉത്തരവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഗണപതി വട്ടമാകണം എന്ന് പറയുന്ന നിഷ്കളങ്കമായ അഭിപ്രായ പ്രകടനമല്ല ഇവിടെയുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയാണ് ടിപ്പു സുൽത്താൻ. ഒരു രാജാവ് ഒരു ഭരണാധികാരി ബ്രിട്ടീഷുകാരുമായി അധിനിവേശത്തിന്റെ കാലത്തിൽ പോരാടി മരിച്ചിട്ടുണ്ട്, രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പു സുൽത്താൻ മാത്രമാണ്. എല്ലാ രാജാക്കന്മാരും ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ, നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാ നാടുവാഴികളും രാജാക്കന്മാരും പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളത് ആണ് ടിപ്പു സുൽത്താൻ ചെയ്ത വലിയ തെറ്റ് എങ്കിൽ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തിൽ അദ്ദേഹത്തിന്റെ മൈസൂർ രാജ്യത്ത് ശ്രീരംഗനാഥ ക്ഷേത്രമുണ്ട്. ആ ശ്രീരംഗനാഥ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണവും നൽകിയത് ടിപ്പു സുൽത്താൻ ആണെന്ന് രേഖകളുണ്ട്. മഞ്ജുനാഥ ക്ഷേത്രമുണ്ട് മൈസൂർ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ആവശ്യമായ പണവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണവും നൽകിയിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താനാണ്. കോട്ടെ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിന്റെ വളരെ അടുത്തായിരുന്നു. അവിടുത്തെ ശങ്കരാചാര്യരെ അദ്ദേഹം അഭിസംബോധനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജഗദ്ഗുരു എന്നാണ്. അദ്ദേഹം ഭൂമി കരം ഇല്ലാതെ ശൃംഗേരി മഠത്തിന് നൽകിയതായി ചരിത്രരേഖകളിലുണ്ട്. ശൃംഗേരി മഠത്തിന് നൽകിയിട്ടുള്ള പാരിതോഷികങ്ങളെ സംബന്ധിച്ച് ചരിത്ര രേഖകളിലുണ്ട്. എന്തിനാ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇപ്പോഴും സലാം ആരതി എന്ന് പറയുന്ന ഒരു ആരതിയുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. അല്ല സാർ, അത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടതല്ല. നേരത്തെ ആ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചപ്പോൾ സുൽത്താനുമായി ബന്ധപ്പെട്ടതല്ല, ടിപ്പു സുൽത്താൻ ബന്ധപ്പെട്ടല്ല, നമ്മൾ ആധികാരികമായി പറയേണ്ടവർ തന്നെ അത് ആ സമയത്ത് വ്യക്തമാക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ RSSകാർക്ക് ഇപ്പോ അതും ടിപ്പു സുൽത്താനെ പോലെ തന്നെ സലാം ആരതി എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനുമായി ബന്ധമില്ലെന്ന് പറയേണ്ടി വരുന്ന RSS അല്ല സാർ പറഞ്ഞു, അവിടുത്തെ മുഖ്യ പുരോഹിതൻ പറഞ്ഞാണ് അത് ടിപ്പു സുൽത്താനുമായി ബന്ധമില്ലാത്തതാണെന്ന്. ഇപ്പോഴത്തെ ഏതെങ്കിലും അടിക പറഞ്ഞുകൊണ്ടാവില്ലല്ലോ, ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സലാം ആരതിയുടെ ചരിത്രം എന്താണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അടിക പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വിശ്വസിക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അപ്പോ മാത്രമല്ല, നിങ്ങൾ കരുതുന്ന ടിപ്പു സുൽത്താനെ നിങ്ങൾ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു മതവെറിയനായിട്ടുള്ള ഒരു മുസ്ലിം ഭരണാധികാരി എന്നാണോ? ഞാനിപ്പോ മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുഗൾ രാജാക്കന്മാർ ഔറംഗസീബ് അടക്കമുള്ള മുഗൾ രാജാക്കന്മാർ, ബാർബർ അടക്കമുള്ള മുഗൾ രാജാക്കന്മാർ തന്റെ ഭരണ കേന്ദ്രങ്ങളിൽ അദ്ദേഹം തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകിയിരുന്നത് മുസ്ലിം അല്ലെങ്കിൽ പെർഷ്യൻ ആയിട്ടുള്ള ആളുകളെ ആയിരുന്നു എന്ന് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ടിപ്പു സുൽത്താൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പൂർണ്ണയ്യ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ കുതിരപ്പട നയിച്ചിരുന്ന ഹരിസിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ നയതന്ത്രം കൈകാര്യം ചെയ്യുന്ന ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ബ്രാഹ്മണനായിരുന്നു. അങ്ങനെ ഒരു അന്യമതസ്ഥരെ വെറുപ്പോടെ കണ്ടിരുന്ന, ഹിന്ദു മതസ്ഥരെ വെറുപ്പോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ടിപ്പു സുൽത്താൻ എങ്കിൽ, അങ്ങനെ ടിപ്പു സുൽത്താൻ എങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ഇങ്ങനെ മറ്റു സമുദായങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ബി ജെ പിയുടെ സ്ഥാപക അംഗമാണ് ശ്രീ KR മൽക്കാനി. ഫസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ BJPക്കാർ അത്യാവശ്യം സുരേന്ദ്രനെങ്കിലും ചരിത്രപരമായി പഠിക്കണം. അദ്ദേഹത്തെ പോലെ BJPയുടെ സൈദ്ധാന്തികനായിരുന്ന ഒരു ചരിത്രകാരനും പത്രപ്രവർത്തകനും എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം 1980 രാമാനന്ദ സാഗറിന്റെ
രാമായണം സീരിയൽ ദൂരദർശനിൽ വന്നതിന് ശേഷം ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു സീരിയൽ വരുന്നതിനുമായി ഇന്ത്യയിൽ ഒട്ടാകെ വിവാദമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ RSS നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ KR മൽക്കാനി ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയും അതിനെ സംബന്ധിച്ചൊരു പരമ്പര അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിഗമനം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യം 1947 മുൻപ് 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ലഭിക്കുമായിരുന്നു ടിപ്പു ജീവിച്ചിരുന്നു എങ്കിൽ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. എല്ലാ രാജാക്കന്മാരും ശ്രീ LK അദ്വാനിയാണ് ആ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. എല്ലാ രാജാക്കന്മാരും ഇങ്ങനെ വംശവെറിയും അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരോടുള്ള വിരോധ നിമിത്തം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ മാത്രമല്ല ആരാധനാലയങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഞാനത് സമ്മതിക്കുക. എല്ലാ രാജാക്കന്മാരുണ്ട്. അശോകന് പോലും തെറ്റുപറ്റി. ഞാനിത് എന്റെ വാക്കുകളല്ല, ശ്രീ മൽക്കാനി RSS BJPയുടെ സ്ഥാപക നേതാവും RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെയും പാചകന്യത്തിന്റെയും എഡിറ്ററുമായിരുന്ന ശ്രീ മൽക്കാനിയുടെ വാക്കുകളാണ്. അശോകന് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ടിപ്പു സുൽത്താന് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് കൊണ്ട് ടിപ്പു സുൽത്താനെ രാജ്യസ്നേഹിയും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും പോരാളിയുമായി കാണാതിരിക്കാനാവില്ല എന്നതായിരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും പല നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും അതുപോലെ തന്നെ സാമൂതിരിയും ഒക്കെ ചെയ്തതുപോലെ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ടിപ്പുവിന്റെ പിന്മുറക്കാർക്ക് കൽക്കട്ടയിലെ തെരുവുകളിൽ റിക്ഷ വലിച്ചു ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. ശരി, അതിനൊക്കെ മറുപടി ഉണ്ട് ശ്രീ അസ്കർ. താങ്കളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താൻ